നിതിൻ അംബുജനാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. നിതിൻ, എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ജൻപത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ എയിംസിലേക്ക് എത്തുന്നുണ്ടോ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കാണാൻ? വിജുമാർ, ഈ ഘട്ടം വരെ നമുക്ക് അത്തരം വിവരങ്ങൾ തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഞാൻ ഈ നിൽക്കുന്ന എയിംസിലെത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എയിംസിലെ ദൃശ്യം നമുക്ക് കാണാം. വലിയ പോലീസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ എയിംസിന് മുൻപിലും എയിംസിൻ്റെ അകത്തും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഞാനിവിടെ വരുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ നമ്മൾ കണ്ടതും ഇതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കി എന്നുള്ളതാണ്. എന്തായാലും 1 മണിക്കൂറിനകം മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് ജൻപത്തിൽ അതിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും ഇതുവരെ കോൺഗ്രസോ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന്റെ ബന്ധുക്കളോ ആരും പങ്കുവച്ചിട്ടില്ല. എന്തായാലും ഒരുപക്ഷെ കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നതിലപ്പുറം മറ്റ് നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ വന്നിരുന്നു. അതിനുശേഷം അവർ ഇപ്പോൾ വസതിയിലേക്ക് പോയിരിക്കുകയാണ്. കൂടുതൽ നേതാക്കൾ വസതിയിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അങ്ങോട്ടേക്ക് പോകുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ എയിംസിൽ ഒരുക്കിയിരിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും 1 മണിക്കൂറിനും തന്നെ മൃതദേഹം ഇവിടെ നിന്ന് ജൻപത്തിലെ വസതിയിലേക്ക് കൊണ്ടുപോകുമെന്ന വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹം വീട്ടിൽ കുഴഞ്ഞു വീണത്. അതിനുശേഷം 8 മണിയോട് തന്നെ എയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. 9:51 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്നാണ് എയിംസ് പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി അദ്ദേഹം ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പല ഘട്ടങ്ങളിൽ എയിംസിൽ ചികിത്സ തേടിയിരുന്നു. എന്തായാലും ഇന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ 9:51 അദ്ദേഹം വിടവാങ്ങിയെന്ന ദുഃഖകരമായ വിവരം തന്നെയാണ് പങ്കുവയ്ക്കാറുള്ളത്. എയിംസിൽ വെച്ച് അദ്ദേഹം നമ്മളെ വിടവാങ്ങിയിരിക്കുന്നു. എന്തായാലും കൂടുതൽ നേതാക്കളടക്കം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ബലഗാവിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഒരു പ്രത്യേക വിമാനത്തിലാകും ഡൽഹിയിലേക്ക് എത്തുക. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ യോഗം ബലഗാവിൽ ചേരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുഴുവൻ നേതാക്കളും, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും ബലഗാവിയിലായിരുന്നു ഉണ്ടായിരുന്നത്. സോണിയാഗാന്ധി ആരോഗ്യപരമായ കാരണങ്ങളാൽ പോയിരുന്നില്ല. ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ മിക്ക നേതാക്കളും ബലഗാവിയിലാണ്. അവിടെ നിന്ന് ഈ പരിപാടി വെട്ടിച്ചുരുക്കി നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക വിമാനത്തിൽ നാളെ രാവിലെയോടെ തന്നെ ഡൽഹിയിലെത്തും. എന്തായാലും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് തന്നെയാണ് നേതാക്കളെല്ലാം പോവുകയെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. വിജയകുമാർ. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ അനുശോചന സന്ദേശങ്ങൾ എത്തുകയാണ്. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുശോചനം അറിയിച്ചു. അപാരമായ വിവേകത്തോടെയും അഖണ്ഡതയോടെയുമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ജി ഇന്ത്യയെ നയിച്ചത്. അദ്ദേഹത്തിൻ്റെ വിനയവും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയും രാജ്യത്തെ പ്രചോദിപ്പിച്ചു. ശ്രീമതി കൗറിനും കുടുംബത്തിനും എൻ്റെ ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു ഉപദേശകനെയും വഴികാട്ടിയെയുമാണെന്ന് എന്ന് രാഹുൽ ഗാന്ധി കുറിച്ചിരിക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹം രാജ്യം കണ്ട ഏറ്റവും മിടുക്കനായ സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ഒരാൾ. അദ്ദേഹം ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാഠവം തെളിയിച്ചിട്ടുള്ളതാണ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. 2 വട്ടം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഒരു ടേം പൂർണ്ണമായി തികച്ച് രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വരുന്ന ഇന്ത്യയുടെ ചരിത്രത്തിലെ 2ാമത്തെ പ്രധാനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് മാറിയിരിക്കുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില പോരായ്മകൾ അല്ലെങ്കിൽ അദ്ദേഹം ചില വിമർശനങ്ങൾ കടുത്ത ഭാഷയിൽ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ നവ ഉദാരവൽക്കരണ നയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിന്മേലായിരുന്നെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജനപ്രിയത സംബന്ധിച്ച കാര്യങ്ങളിലും പല ഘട്ടങ്ങളിലായി ഡോക്ടർ സിംഗ്, ഒരു രാഷ്ട്രീയക്കാരനല്ലാതിരുന്ന ഡോക്ടർ സിംഗിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്ന്, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഒരിക്കൽ മത്സരരംഗത്തുണ്ടായിരുന്ന 1999 സൗത്ത് ഡൽഹിയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് മത്സരിച്ചു. പക്ഷേ അന്നത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്ന വിജയ് കുമാർ മൽഹോത്രയോട് ഏതാണ്ട് 29,000-ൽ പരം വോട്ടുകൾക്ക് ഡോക്ടർ സിംഗിന് തോൽവി വഴങ്ങേണ്ടി വന്നു. ഒരു ഘട്ടത്തിലും
കോൺഗ്രസ് ഏറ്റവും ശക്തമായി നിന്നിരുന്ന ഘട്ടത്തിൽ പോലും ഡോക്ടർ സിംഗിനെ ലോക്സഭയിലേക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നില്ല. അതൊരു വലിയ പോരായ്മയായി ഡോക്ടർ സിംഗിൻ്റെ കരിയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില നിരൂപകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനപ്പുറം ഡോക്ടർ സിംഗ് പിന്നീട് വിമർശിക്കപ്പെട്ടത് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത പ്രധാനമന്ത്രി, ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് സഞ്ജയ് ബാരു പറയുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധ്യതയില്ലാതിരുന്ന 2004 കാലഘട്ടത്തിൽ ഇടതുപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയിൽ UPA മുന്നണി ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി ആര് പ്രധാനമന്ത്രിയാകുമെന്ന ചർച്ചകൾ വരികയും ചെയ്തപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വന്ന ഒരു പേര് സോണിയാഗാന്ധിയുടേതായിരുന്നു. സോണിയാഗാന്ധി തന്നെയായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന് വിധിയെഴുതിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ട് മുൻ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേര് സോണിയാഗാന്ധി ഉയർത്തിക്കാട്ടുന്നത്. നമുക്കറിയാം, ഡോക്ടർ മൻമോഹൻ സിംഗ് ദീർഘകാലമായി സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആസൂത്രണ കമ്മീഷനിൽ അംഗമായിരിക്കുന്ന ഘട്ടമാണ്. പക്ഷേ രാജീവ് ഗാന്ധിക്ക് എന്തുകൊണ്ടോ ഡോക്ടർ മൻമോഹൻ സിംഗിനോട് അത്ര വലിയ താല്പര്യമോ അത്ര വലിയ മമതയോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനെ പല സന്ദർഭങ്ങളായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഒരു ഘട്ടത്തിൽ ഡോക്ടർ സിംഗ് രാജിവെച്ച് ഒഴിയുന്നതിനെ കുറിച്ച് പോലും ആലോചിച്ചിരുന്നു. അതിനെല്ലാം ശേഷമാണ് കാലം മാറി മറിയുന്നത്. പിന്നീട് 91-ൽ ധനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് വരികയും ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളിൽ വലിയൊരു പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ട് ഉദാരവൽക്കരണത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന നിലയിൽ പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു പദവിയിലേക്ക് ഡോക്ടർ സിംഗ് മാറുകയും ചെയ്യുന്നത്. അങ്ങനെ പഴയ ധനമന്ത്രിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി സോണിയാഗാന്ധി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ സോണിയാഗാന്ധി നോമിനേറ്റ് ചെയ്ത പ്രധാനമന്ത്രി എന്നത് ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയ്ക്കും മറ്റൊരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബലഹീനതയ്ക്കുമുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാൻ കഴിയാതെ ബന്ധനസ്ഥനായി നിന്ന ഒരു പ്രധാനമന്ത്രി, പലപ്പോഴും സോണിയാഗാന്ധിയുടെയോ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ വിമർശകർ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടർ സിംഗിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, അദ്ദേഹത്തെ വിമർശിക്കുകയോ അദ്ദേഹത്തെ പ്രശംസിക്കുകയോ ചെയ്യാം. പക്ഷേ ചരിത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ സാമ്പത്തിക രംഗത്ത് ഡോക്ടർ സിംഗ് നൽകിയിരിക്കുന്ന സംഭാവനകളെ 91-ൽ അദ്ദേഹം അവതരിപ്പിച്ച ഉദാരവൽക്കരണ നയ സമീപനങ്ങളെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല എന്നാണ്. ഡോക്ടർ സിംഗ് ആ അർത്ഥത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞ പേരാണ്. അദ്ദേഹം 2 വട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വിപ്ലവകരമായ നിയമനിർമ്മാണത്തിൻ്റെ പേരിൽ കൂടിയായിരിക്കും ഡോക്ടർ സിംഗിൻ്റെ യശസ് ഭാവി തലമുറയിൽ തിളങ്ങാൻ പോകുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കാം. എയിംസ് ആശുപത്രിയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മൃതശരീരം അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ ജൻപത് 3-ലുള്ള വസതിയിലേക്കായിരിക്കും ആ മൃതദേഹം കൊണ്ടുപോവുക. ഞങ്ങളുടെ പ്രതിനിധി ആർ അച്യുതൻ ജൻപത് 3 വസതിക്ക് മുന്നിൽ ഉണ്ട്. എയിംസ് ആശുപത്രിയിൽ നിന്ന് നിതിൻ അംബുജനും നമ്മളോടൊപ്പം ഉണ്ട്. ഡൽഹി ബ്യൂറോയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് നേതാക്കളുടെ പ്രതികരണങ്ങളുമായി അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. നമുക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കാം. രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഓർമ്മയാവുകയാണ്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.